നമ്മൾ ഫോണൊന്നും ഉപയോഗിക്കാതെ തന്നെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് 10ഉം 20ഉം പോയിന്റ് തനിയെ കുറഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിനുള്ള 3 കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. മാത്രമല്ല ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ സെറ്റിങ്സിലേക്ക് പോകാം. അതിനായിട്ട് നമ്മളുടെ ഫോണിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ നെറ്റ്വർക്ക് അറ്റ് ഇൻ്റർനെറ്റ് എന്നൊരു ഭാഗം കാണുന്നില്ല, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സിം അറ്റ് മൊബൈൽ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മുകളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റും അതുപോലെ തന്നെ കോളൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സിം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ പ്രിഫർഡ് നെറ്റ്വർക്ക് ടൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ 3G 4G 5G റെക്കമെൻഡ് എന്നൊക്കെ കുറേ ഓപ്ഷൻസുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ 5G ഓൺലി എന്നാണ് നിങ്ങൾ മാറ്റിക്കൊടുത്തിരിക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ ഫോണിൽ അത്തരത്തിലാണ് കിടക്കുന്നതെങ്കിൽ, നമ്മുടെ ഫോണിൻ്റെ പരിസരത്ത് നമ്മളിരിക്കുന്ന പരിസരത്തൊന്നും 5G നെറ്റ്വർക്ക് വളരെ കുറവാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് LTE അതായത് 4Gയിലേക്ക് മാറ്റി കൊടുക്കുക. 4G കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി അധികമായിട്ട് ഉപയോഗിക്കില്ല. അടുത്ത സെറ്റിങ്സ് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ബാറ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടി താഴേക്ക് വരിക. അപ്പോൾ ഇവിടെ മാനേജ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ എല്ലാ ആപ്ലിക്കേഷനുകളും അനാവശ്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ സ്പീഡും കുറയും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു മാനേജ് ബാക്ക്ഗ്രൗണ്ട് ആപ്സ് എന്ന ആ ഒരു ഭാഗമില്ല, അത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രമായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ടാകും, അതെല്ലാം തന്നെ ഓഫായി പോകുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആപ്സുകൾ, നമ്മുടെ ഫോണിലുള്ള ആപ്സുകളിൽ ഏതൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് എന്നറിയാനായിട്ട് ഇവിടെ ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു തടസ്സമില്ലാതെ നമുക്ക് അതിൽ നിന്നുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും, എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ അത് കൂടുതലായിട്ട് പ്രവർത്തിക്കുകയുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററി ലാഭിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഇത്, നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോറിലാണ്. പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന നമ്മളുടെ പ്രൊഫൈൽ പിക്ചറിൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറേ സെറ്റിങ്സുകൾ ഉണ്ടാകും. നമുക്ക് വേണ്ടത്, നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും താഴെ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. ഞാൻ നേരത്തെ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഓപ്ഷനാണത്. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാകും. ഈ ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഓട്ടോ അപ്ഡേറ്റ് എന്നാണ് ഉള്ളതെങ്കിൽ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുപോലെ തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണിലുള്ള ബാറ്ററി ചാർജ് പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് പരിഹരിക്കാനായിട്ട് സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.